ഇനി കുറച്ചു ദിവസം ഇവിടെ ഒരു മേളം തന്നെയായിരിക്കും. ബീവിയുടെ മൂത്തമോൻ അബൂബക്കറല്ലേ മരിച്ചത്. പിന്നെ ബീവിയുടെ വീടെന്ന് പറഞ്ഞ ഈ നാടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നില്ലേ? ഉണ്ട്. ചെറിയ കുഴപ്പമില്ല, വലിയ കുഴപ്പം. ശാപം കിട്ടിയെന്നാ മുത്തശ്ശൻ പറയുന്നത്. ഇവിടെ ആരും ഇപ്പൊ ഇതിനെക്കുറിച്ച് മിണ്ടാറില്ല. എന്നാലും ഞാൻ പറയാം, മരണമാണ് ഈ നാടിന്റെ ശാപം. അകാല മരണം. ഇതാണ് കേളു, എന്റെ അച്ഛനാ ആള്. അക്കരെ പോയി പുസ്തകം പഠിച്ചിട്ടുണ്ട്. പൊട്ടന. ഇവരൊക്കെ ഈ വീട്ടിൽ മരിച്ചുപോയ ആളുകളാ. ഇതെന്റെ മുത്തശ്ശൻ, നേരത്തെ പറഞ്ഞ ആളെ. എപ്പോഴും സർക്കിട്ടാ മുത്തശ്ശൻ. എന്നോട് വലിയ കൂട്ടായിരുന്നു, മരിച്ചുപോയി. അച്ഛൻ തുടങ്ങിയതാണ് ഈ പള്ളിക്കൂടം. അക്കരെയുള്ള എല്ലാവരും പള്ളിക്കൂടത്തിൽ പോകത്രേ. ചുമ്മാ പറയുന്നത്. പള്ളിക്കൂടത്തിൽ പോയിട്ട് എന്ത് കിട്ടാനാ? പിന്നെ മുത്തശ്ശൻ പറയുന്നത് അച്ഛൻ പഠിപ്പിക്കുന്നൊന്നും ശരിയല്ലെന്ന്. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പഠിപ്പിക്കുന്നത്? മുത്തശ്ശൻ അറിയാഞ്ഞിട്ടാവും അല്ലേ? അച്ഛനെന്നെ തീരെ ഇഷ്ടമല്ല. എനിക്ക് അച്ഛനെ. ഇത് മുസ്തഫ. നിന്റെ അച്ഛനെ ഇക്കളിടാനാണോ? എന്റെ ചങ്ങായി ആള്. അയ്യോ, അച്ഛന്റെ കാല് മുറിയില്ലേ? കുപ്പിച്ചില്ലല്ലേ? ചത്തൊന്നും പോവില്ലല്ലോ. എന്ത് പറ്റി? ഏത് ഇംഗ്ലീഷായിട്ട് ചെയ്തത്? ഇത് കൂമൻ. ഇവിടെ ആരും മരിച്ചാലും അപ്പൊ അത് കൂമൻ അറിയും. ഉടനെ തന്നെ കൂമൻ മണിയും കിലിക്കും അത് നാട്ടുകാരെ മൊത്തം അറിയിക്കും. ആരും ചെവിയിലും എന്ന് പറയുന്നത് അത്ര. കുഞ്ഞിക്കാതന്റെ മോൻ മുസ്തഫ. വൈദ്യരെ, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും പോയിട്ടുണ്ടായിരുന്നു. ഓ, എവിടെ? ആ മരത്തേന്ന് വീണ പോക്കി തന്നെ പോയി. അതിന്റെ ഉച്ചിമ കയറിയ നമ്മുടെ അക്കം വള്ളിയാണ്. അത്ര കൊയലുണ്ട്. പിന്നെ വീണ കിട്ടുവാ. ചെക്കൻ്റെ ഓരോരോ സൂക്കേട്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മരിക്കാൻ ഒരു കാരണം വേണ്ട. അപ്പോഴാണ് മരത്തും വലിഞ്ഞു കയറിയത്. ഓരോ ആറാം പറപ്പ്.
ഒരേ ഇറക്കി ഞാൻ മോനെ. എന്നാ പിന്നെ കുളിപ്പിക്കല്ലേ? ഇതെന്ത് ദജ്ജാലാണ് കുറച്ചോനെ ഈ വരുന്നത്? എന്നാ പണ്ടാരാണോ? ഇത് നമ്മുടെ ശ്രീധരേട്ടനല്ലേ? ആര്? ഏത്? നമ്മുടെ ആ കറങ്ങി തിരിഞ്ഞ് നടക്കണ? അതല്ലേ? ഞാനൊന്ന് ആദ്യമായിട്ടാണ് മുത്തശ്ശനെ കാണുന്നത്. എപ്പോഴും സർക്കിട്ട് പോകുന്ന ആള്. പക്ഷെ അപ്പം ഞാൻ നോക്കിയത് ആരാ നീ? നീ എവിടത്തെ? ഇവിടുത്തെ. കേളുവിന്റെ? ആ, നിന്റെ പേരെന്താ? വൈശാഖൻ. എത്രാമത്തെ? അത് 1 2. അത് വിട്. ഇന്നവിടെ ആരാ മരിച്ചത്? എവിടെ? ആ, മുസ്തഫ. അത് നിന്റെ ആരാ? ചങ്ങായി. ചങ്ങായി. ചങ്ങായി മരിച്ചിട്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ? നിനക്ക് കര അറിയാൻ പാടില്ലേ? ചിരിക്കുന്ന അപ്പൊ നിനക്ക് കര അറിയാല്ലേ? നിനക്കിവിടെ ആരെ ഏറ്റവും ഇഷ്ടം? എനിക്കും അതിനൊപ്പം ഇഷ്ടം. അതല്ലട മനുഷ്യന്മാര് നിനക്ക് ആരെ ഏറ്റവും ഇഷ്ടമെന്ന്? മുത്തശ്ശന്റെ കാറിൽ ആരും കയറണം എനിക്കിഷ്ടമല്ല. സീത വിളിച്ച് പലഹാര കച്ചവടമുള്ള ബീവിയുടെ വീട്ടിലെ സീത. അതുകൊണ്ടാ